ഹായ് ഫ്രണ്ട്സ്, ടച്ച് ആൻഡ് ടച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ചെറിയൊരു അറ്റാച്ച്ഡ് ചെറിയൊരു ബെഡ്റൂമാണ്. ഈ ചെറുതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ചെറുതല്ല എങ്കിൽ പോലും ഇതിൻ്റെ ചെറിയൊരു ബെഡ്റൂമാണ് വിത്ത് അറ്റാച്ച്ഡുമാണ്. നമ്മളിവിടെ ബോക്സ് വെച്ചേക്കുന്ന 12-ൻ്റെ ബോക്സാണ്. വെട്ടി ഇട്ടേക്കുന്ന ഭാഗം അപ്പുറത്ത് മെയിൻ കയറാനുള്ളതും പിന്നെ ഷെയ്ഡിൽ കിടക്കുന്നത് നമുക്ക് ടൂ വേയുടെ ലൈനും വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൈപ്പ് ഷെയ്ഡിൽ കൂടെ കിടക്കുന്നത്. ഈ ഇപ്പുറത്ത് കിടക്കുന്ന ഷെയ്ഡിൽ കൂടെ കിടക്കുന്ന പൈപ്പ് ബാത്റൂമിൻ്റെ സ്വിച്ചിന് വേണ്ടിയിട്ടാണ്, അതായത് ഹീറ്ററിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു ഹീറ്ററും വരുന്നുണ്ട്, അതേപോലെ ഒരു എക്സോസ്റ്റ് ഫാനും വരുന്നുണ്ട്, അതുപോലെ മേളിൽ തന്നെ ഒരു ലാമ്പും വരുന്നുണ്ട്. അത് നമ്മൾ മെഷീൻ കൊണ്ട് കട്ട് ചെയ്തിട്ടേക്കുവാണ്. ഇനി അത് ഹാമർ കൊണ്ട് നമുക്ക് ഇനി തട്ടിക്കളയണം. നമുക്ക് ഇതൊരു അറ്റാച്ച്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് വേറെ ലൈനുകൾ സെപ്പറേറ്റ് ആയിരുന്നില്ല. ഇവിടെ ഒരു 12-ൻ്റെ ബോക്സാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇവിടെ ഒരു ലൈറ്റ് അത് നേരെ വെട്ടിയിട്ടുണ്ട്, പിന്നെ ഈ സൈഡിൽ ലൈറ്റ്, പിന്നെ ഇവിടെ ഒരെണ്ണം. ഇതിൽ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് വാൾ ഫാന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ടോപ്പിൽ സീലിംഗ് ഫാന്. ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് പോയിൻ്റായിട്ട് വരുന്നത്. പിന്നെ ഈ ബെഡ്റൂമിൻ്റെ ഔട്ട് സൈഡ് ലാമ്പ് ഇതിൽ നിന്നല്ല പോകുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ്, ഈ സ്വിച്ച് ബോർഡിൻ്റെ അപ്പുറത്തെ സൈഡ് വേറൊരു സ്വിച്ച് ബോർഡും ഉണ്ട്, കാരണം അവിടെ ഒരു ഓപ്പൺ ബാത്റൂമാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയാണ് അതിൻ്റെ ലൈൻ പോകുന്നത്. നമ്മളിവിടെ എടുത്തേക്കുന്ന 12-ൻ്റെ ബോക്സ് ഓറിയൻറ്റിൻ്റെയാണ്. ഓറിയൻറ്റിൻ്റെ 12 മുടികൾ മെറ്റൽ ബോക്സാണ് നമ്മളെടുത്തേക്കുന്നത്. നമ്മളിവിടുത്തെ കിടക്കുന്ന ചില ബോക്സുകൾ ഓറിയൻറ്റിൻ്റെയും അതേപോലെ എല്ലാൻറ്റിയുടെയും ബോക്സുകളാണ് നമ്മൾ എടുത്തേക്കുന്നത്. കാരണം ഓറിയൻറ്റിൻ്റെ തന്നെ ബാക്കിയുള്ളത് കിട്ടാഞ്ഞിട്ടാണ് നമ്മൾ എല്ലാൻറ്റി എടുത്തത്. ഓറിയൻറ്റിനെ അപേക്ഷിച്ച് എല്ലാൻറ്റി ബോക്സ് കുറച്ച് മെച്ചക്കുറവുണ്ട്, പക്ഷേ ഓറിയൻറ്റിൻ്റെ ബോക്സ് നല്ല ഹെവി ആയിട്ടുള്ള ബോക്സ് തന്നെയാണ്. ഈ വെട്ടിയിട്ടേക്കുന്ന ഭാഗം നമുക്ക് ഡി ബിന്ന് വരുന്ന മെയിനാണ്. ഡി ബിന്ന് സെപ്പറേറ്റ് മെയിൻ കയറാൻ വേണ്ടിയിട്ടാണ് ഇത് വെട്ടിയിട്ടേക്കുന്നത്. ഇത് കുറച്ച് ഭാഗം നമ്മൾ ഹാമർ കൊണ്ട് ഇടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് പൈപ്പ് ചെയ്തിട്ട് ബാക്കി വീഡിയോ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ പൈപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ വരുന്ന ബ്രേക്കറിൽ നിന്ന് വരുന്ന പൈപ്പാണ് ഇടത് സൈഡിൽ കാണുന്നത്. ടോപ്പ് സൈഡിലുള്ള ലൈറ്റ് പോയിൻറ്റ് അത് സീലിങ്ങിൽ നിന്ന് നേരെ വരുന്നു. സീലിങ്ങിൽ നിന്നുള്ളത് പിടിച്ച് നേരെ ലൈറ്റ് പോയിൻറ്റിൽ ഇറങ്ങി അവിടുന്ന് നേരെ സ്വിച്ച് ബോർഡിലോട്ടാണ് വരുന്നത്. പിന്നെ കിടക്കുന്ന 2 പൈപ്പ്, ഇതൊന്ന് പോകുന്നത് ടൂ വേയുടെയും അതേപോലെ ഇത് ബ്രേക്കറിൻ്റെയാണ്. ഇത് ബ്രേക്കറിൽ നിന്ന്, അതായത് ഡി ബിന്ന് നേരെ ഇങ്ങോട്ടുള്ള കണക്ഷനാണ്. പിന്നെ കിടക്കുന്ന ഷെയ്ഡിൽ നിന്ന് വരുന്ന ഈ 2 പൈപ്പുകൾ, ഒരെണ്ണം ബാത്റൂമിൻ്റെ ഹീറ്ററിൻ്റെ ലൈനാണ്. ബാത്റൂമിൻ്റെ ഹീറ്ററിൻ്റെ ലൈനും അതേപോലെ ഈ കാണുന്നത് നമ്മുടെ ടൂ വേയുടെ ലൈനുമാണ്. അതായത് ടൂ വേക്ക് വേണ്ടിയിട്ട് ഉള്ള പൈപ്പാണ് ഇട്ടേക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ കപ്ലിംഗ് പൈപ്പാണ് ഉപയോഗിച്ചേക്കുന്നത്, അതേപോലെ കപ്ലിങ്ങുകളും ഉപയോഗിച്ചിട്ടുണ്ട്. ഷെയ്ഡിൽ കൂടെ കിടക്കുന്ന പൈപ്പുകളെല്ലാം റോൾ പൈപ്പാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ബാക്കിയെല്ലാം 20 mm പൈപ്പാണ്, ബെൻഡിങ് പൈപ്പാണ് നമ്മൾ എടുത്തേക്കുന്നത്. 12-ൻ്റെ ബോക്സ് വെക്കാൻ കാരണം ഇതിൻ്റെ അകത്തുള്ള പോയിൻറ്റുകളുടെ എണ്ണവും അതേപോലെ സോക്കറ്റുകളും അതേപോലെ ഹീറ്ററിൻ്റെ ലൈനും അതുപോലെ എക്സോസ്റ്റ് ഫാനും ബാത്റൂമിലുള്ള ലൈറ്റും വരുന്നത് കൊണ്ടാണ് നമ്മൾ 12-ൻ്റെ ബോക്സ് വെച്ച്. ഇവിടെ 2 വേക്ക് വെച്ചേക്കുന്ന 8-ൻ്റെ ബോക്സാണ്. 8-ൻ്റെ എല്ലാൻറ്റിയുടെ ബോക്സാണ് നമ്മളിവിടെ വെച്ചേക്കുന്നത്. ഇതും ബെൻഡിങ് പൈപ്പാണ്. നമ്മൾ നേരെ കിടക്കുന്ന 2 വേയുടെ ലൈനാണ്. ഇത് നേരെ സ്വിച്ച് ബോർഡിലോട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ ലൈറ്റ് പോയിൻ്റ് ഉണ്ട്, അതേപോലെ ഈ സൈഡും ഒരു ലൈറ്റ് പോയിൻ്റ് അടിക്കാനുണ്ട്. ബാത്റൂമിൻ്റെ അകത്ത് ഇപ്പം വെട്ടിക്കൊണ്ടിരിക്കുന്നത് 2-ൻ്റെ ബോക്സാണ്, അതായത് ഹീറ്ററിൻ്റെ ലൈനാണ്. ഹീറ്ററിൻ്റെ ലൈനിൽ കൂടെ തന്നെയാണ് എക്സോസ്റ്റും അതേപോലെ തന്നെ ലൈറ്റ് പോയിൻറ്റുകളും പോകുന്നത്. ആ ഒറ്റ പൈപ്പിൽ കൂടെ തന്നെയാണ് നമ്മളത് അടിച്ചിട്ടുണ്ട്. 2-ൻ്റെ ബോക്സ് വെച്ചു, കാരണം സോക്കറ്റ് കൊടുക്കാനാണ് ഹീറ്ററിൻ്റെ. ഈ കാണുന്നത് ഇവിടെ വെച്ചേക്കുന്ന ഈ വെച്ചേക്കുന്നത് ലൈറ്റ് പോയിൻ്റാണ്. അതിൽ നിന്ന് തന്നെ ഒരെണ്ണം പിടിച്ച് നേരെ താഴോട്ട് വെച്ചിട്ടുണ്ട്, കാരണം അത് എക്സോസ്റ്റ് ഫാനിൻ്റെ ലൈനാണ്. അവിടെ നമ്മൾ ഉപയോഗിച്ചേക്കുന്ന 4 വേ ആണ്. 4 വേയുടെ ജംഗ്ഷനാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഇതേപോലുള്ള ബെൻഡിങ് ഒടിവ് വരുന്ന ഭാഗത്ത് നമ്മൾ ഇടയ്ക്കുന്ന കപ്ലിംഗ് ഇട്ടിട്ടുണ്ട്, കാരണം കറക്റ്റ് അളവിന് കിട്ടാത്തതുകൊണ്ട് ഇടയ്ക്കുന്ന മുറിക്കേണ്ട വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ കപ്ലിംഗ് ഇട്ടേക്കുന്നത്. അതിൻ്റെ അകത്തുകൂടെ തന്നെ നമ്മൾ വള്ളിയും കയറ്റിയിട്ടുണ്ട്. കാരണം തേപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉള്ളറ് കെട്ടി വലിച്ച് വയറ് വലിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള ഏരിയ വരുമ്പോൾ നമ്മൾ ഇതേപോലെ വള്ളി കയറ്റി ഇടുന്നത് ഉചിതമായിരിക്കും. പിന്നീട് നമ്മൾ കുത്തി പൊളിക്കേണ്ട ആവശ്യം വരത്തില്ല, നമുക്ക് സിമ്പിളായിട്ട് വലിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അതേപോലെ നമ്മൾ ഇതെല്ലാം വെച്ചതിന് ശേഷം നമ്മൾ ചാന്ത് കൊണ്ട് പോയിൻ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ചാന്ത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്.
കാരണം ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ മേശരിമാർക്കതൊരു സമയം നഷ്ടം ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടാണ് നമ്മളങ്ങനെ വെച്ചേക്കുന്നത്. നമ്മളതുകൊണ്ട് നീറ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ പരിക്കൻ രീതിയിലാണ് ചെയ്തേക്കുന്നത്. കാരണം തേപ്പ് അതിൻ്റെ അകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നമ്മൾ വെച്ച ബോക്സിൻ്റെ അകത്ത് നമ്മൾ പേപ്പർ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സൈഡ് ഇതേപോലെ നമ്മൾ ചാന്ത് വെച്ച് ഫില്ല് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഫില്ല് ചെയ്യുന്നത് നമ്മൾ പരിക്കൻ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അതിൻ്റെ അകത്ത് തേപ്പ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ ഫിനിഷിങ് രീതി തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പിന്നെ ചാന്ത് കോരി പറ്റിക്കാൻ ബുദ്ധിമുട്ടാവും. അങ്ങനെ ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു വാൾ ഫാനും അതേപോലെ 2 ലാമ്പുകളും, അതായത് ഒരു ഫാനും ഒരു ട്യൂബും അതേപോലെ സീലിംഗ് ഫാനുമാണ് വരുന്നത്. പിന്നെ അതേപോലെ 2 വേയുടെ ലൈനും പിന്നെ ബാത്റൂമിൻ്റെ ലൈനും. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ 12ൻ്റെ ബോക്സ് തന്നെ വെച്ചേക്കുന്നത്.